എന്റെ കൂടെ ഐശ്വര്യത്തിന്റെ നിറകുടമായിട്ടുള്ള ഒരു അമ്മ ഉണ്ട്. ഞങ്ങൾ ഈ പറയണത് ഒന്നും ശ്രദ്ധിക്കാണ്ട് അവിടെ ഒരാൾ പണിയിലും മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേക്ക് ഇവിടെ ഒരു സ്വർഗ്ഗാവും. അവള് പണ്ട് കുഞ്ഞിനെ വെച്ച് കളിക്കുമ്പോ ചോറും കൂട്ടാനൊക്കെ വെക്കാനുണ്ടാക്കണ. പഴയ ആൾക്കാർ പറയും പച്ചപ്ലാവിലയില് കഞ്ഞി കുടിച്ച കടം വരുന്നു. ഈ കമ്പിന് ഒരു കുലുക്കം പോലും ഇല്ല. ഞാൻ ഇരുന്നിട്ട് ഹോട്ടൽ ഫുഡൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഇതും കൊണ്ട് പോവാ. അജുവിന്റെക്കാളും ഒരു വല്ലാത്തൊരു സ്വഭാവമായിരുന്നു എന്റെ. അതെ, വിഷമുണ്ടോന്നൊന്ന് നോക്കട്ടെ എന്നിട്ട് ആയാലെങ്ങാനും കടിച്ചു തിന്നാവോന്ന് പേടിയായിരുന്നു. ഇനി എന്തുണ്ടാവും? എന്റെ കൂടെ ഐശ്വര്യത്തിന്റെ നിറകുടമായിട്ടുള്ള ഒരു അമ്മ ഉണ്ട്, തങ്കാൻറ്റി. അത് ഇത്തിരി കൂടിപ്പോയി. എന്ത്? കൂടിയിട്ടൊന്നുമില്ല, കുറവായിട്ടുള്ളോ. അപ്പൊ ആന്റി മുന്നേ വന്നിട്ടുണ്ട്, നമ്മുടെ മുന്നൊരു വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ആന്റീനെ. പക്ഷെ അന്ന് അജുവിന്റെ ഈ കൃഷിശാല ഇല്ല, ഇതൊന്നുമില്ല, ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയിട്ടല്ലേ. അന്ന് വന്നത് ആന്റി ഒരു 3 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവുന്നു. ഇല്ല, നമ്മുടെ വീടിന്റെ ഉള്ളിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലോ, റിനോവേഷൻ കഴിഞ്ഞിട്ട്. പക്ഷെ ബാക്കിൽ ഇങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല. ബാക്കിൽ നിറയെ മരങ്ങളായിരുന്നു. ആ മരത്തിന്റെ ചോട്ടിലാണ് അന്ന് നമ്മൾ നിന്നത്. കുറേ ടൈപ്പ് സാധനങ്ങളും കൊണ്ടാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷി. ആന്റിക്ക് കൃഷിയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുറേ ടൈപ്പ് പച്ചക്കറികളുടെ വിത്തും തൈകളും അങ്ങനെ കുറേ സാധനങ്ങളായിട്ട് അന്ന് വന്നേ. അന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ ഓരോന്നായിട്ട് കാണിച്ചു തരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വീഡിയോയ്ക്കുള്ളൊരു കണ്ടന്റ് ഉണ്ടല്ലോ എന്നിട്ട് അപ്പം തന്നെ ഞങ്ങൾ അതൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ആൻറ്റി ഇപ്പോൾ വന്നേക്കണം. അപ്പോൾ ആൻറ്റിക്ക് നമ്മളുടെ കൂടെ 2 ദിവസം നിന്ന് കുറേ ടിപ്പുകൾ അറിയാം. പണ്ടത്തെ കുറേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ അറിയാം, കുറേ പാചക വിദ്യകൾ അറിയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ആന്റിക്ക് അറിയാം. അപ്പൊ അതൊക്കെ പറഞ്ഞു തരണം, നമുക്ക് പറഞ്ഞു. എന്റെ ഏജിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കാം, അറിയാത്തവരും ഉണ്ടാവും. ചിലപ്പോ ചിലതൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതെ, അത് ഓരോ നാടുകളും ഇതൊക്കെ അനുസരിച്ച്, ഓരോ നാടിന്റെ അനുസരിച്ച്, ഓരോ കുടുംബത്തിന്റെ അനുസരിച്ചൊക്കെ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഈ പറയണത് ഒന്നും ശ്രദ്ധിക്കാണ്ട് അവിടെ ഒരാൾ പണിയിലും മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറമ്പ് എനിക്ക് വന്നതിന് ശേഷം ചേട്ടന് ഇപ്പോ ഈ പറമ്പില് പണിയെടുക്കാന്നുള്ള ഒറ്റ ചിന്തയുള്ളോ. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേക്ക് ഇവിടെ ഒരു സ്വർഗ്ഗാവും. അപ്പൊ ആന്റി നമ്മളുടെ ഇന്നലെ വന്നതാണ്, 2 ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് കുറേ വീഡിയോകളൊക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഉള്ള സമയം പോലെ നമുക്ക് ചെയ്യാം. അതെ, അപ്പൊ ആന്റി പ്രാവശ്യം ആന്റി ജനിച്ചതൊക്കെ തുറവൂർ മഹാക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് എന്റെ തറവാട്. താമസം തൃപ്പൂണിത്തുറയിലാണ്. കല്യാണം കഴിഞ്ഞത് തുറവൂര് മഹാക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ജനിച്ചത്. കല്യാണം കഴിച്ചത് പറയാം കല്യാണം കഴിച്ചത് പോയത് പനങ്ങാട് ഫിഷറീസ് കോളേജ്. ഇപ്രാവശ്യം വരുമ്പോഴും ഒരു വീഡിയോയ്ക്കുള്ള കണ്ടന്റിനുള്ള സാധനങ്ങളും കൊണ്ടാണ് ആന്റി വന്നത്. കുറെ ഐറ്റംസ് ഉണ്ട്. അതില് പച്ചക്കറിയുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് വിത്തുകൾ. ആന്റിയുടെ മൂത്ത മരുമകൾ നാഗാലാൻഡുകാരിയാണ്. അപ്പൊ നാഗാലാൻഡിലത്തെ കാണിച്ചു തരാട്ടാ. അപ്പൊ നാഗാലാൻഡിലത്തെ ഒക്കെ സ്പെഷ്യൽ ഓരോ സാധനങ്ങളുടെ ഒക്കെ വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചില പ്രത്യേക പയറ്, പീച്ചിങ്ങ, മത്തങ്ങ, അങ്ങനെ പല സാധനങ്ങളുടെയും വിത്തുകളൊക്കെ കൊണ്ട് ആന്റി വന്നിട്ടുണ്ട്. എല്ലാത്തിന്റെ പേര് തന്നെ എനിക്ക് അറിയില്ല. സാറില് ഉണ്ടാവുമ്പോ നമുക്ക് പേരിടാം. പിന്നെ അതുപോലെ മാങ്ങയിഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ വീട്ടിലില്ലത്. അപ്പൊ ഇത് മീൻകറിയിലിടാം, ചമ്മന്തി അരയ്ക്കാം. വൃശ്ചിക മാസം ആ സമയമൊക്കെ ആകുമ്പോ ചാളയില് അച്ചാറിടാൻ നാരങ്ങയും ഇതും കൂടി അച്ചാറൊക്കെ. അപ്പൊ അങ്ങനെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകതര ചീര, ഒരു വള്ളിച്ചീര എന്ന് പറയുന്നത് മധുരച്ചീര എന്നാ പറയണേ ഇതിന്. ഇത് നമുക്ക് കറി വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ കോഴിക്ക് കൊടുക്കാം. പീനട്ടിന്റെ വിത്തുണ്ട് ചേട്ടയില്, പീനട്ട് ഉണ്ട്. നമുക്ക് കറി വയ്ക്കാം, കോഴികൾക്ക് വേണമെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഒക്കെ അങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരു ഇതൊക്കെ കൊണ്ടാ വന്നിട്ടുള്ള കേട്ടാ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ചേട്ടൻ ഇതൊക്കെ വിത്ത് നടാൻ പോവാണ്. ഞങ്ങൾ 2 പേരും കൂടി ചെയ്യാൻ പോണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതര കുമ്പിളപ്പം. അതെ, അത് ഈ കോട്ടയം സൈഡിലൊക്കെ കുമ്പിളപ്പം എന്ന് പറയുമ്പോഴത്തേക്കും അവര് ഈ ചക്കപ്പഴം വച്ചിട്ട് ഫ്രഷ് ചക്ക അരച്ചിട്ടും ചെയ്യും, പിന്നെ ചക്ക വരട്ടിയത് വെച്ചിട്ട് ഒരു ഈ വടനയിലക്കകത്ത് അത് കോൺ പോലെ കുത്തി അങ്ങനെയും ചെയ്യും. പക്ഷെ ഇത് നമ്മുടെ എന്ന് പറഞ്ഞാൽ അരിയും ഉഴുന്നും ഒക്കെ അരച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇഡ്ഡലി മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ ഇന്നലെ ഇതിനാവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ രാത്രി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് കാണാം. ഇപ്പോ ഇത് 1 ഗ്ലാസ് ഉഴുന്നുപരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, കുതിർത്തി അത് നമ്മള് ഫ്രിഡ്ജിൽ സോക്ക് ചെയ്തു, കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചിട്ട് നേരെ അപ്പൊ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി പാത്രം അടക്കം.
അതെ, ഫ്രിഡ്ജിൽ വെച്ച് 5 മണിക്കൂർ സോക്ക് ചെയ്തു. ഇത്രയും സമയം ഫ്രിഡ്ജിലായിരുന്നു. പിന്നെ അരി പുറത്ത് വെച്ചാൽ മതി, അരി ഫ്രിഡ്ജിൽ വെക്കേണ്ട. അരി 4 ഗ്ലാസ് ഇഡ്ഡലിപ്പൊന്നി, 1 ഗ്ലാസ് ഉഴുന്ന്, 4 ഗ്ലാസ് ഇഡ്ഡലിപ്പൊന്നി. അത് ഗ്രൈൻഡറിൽ തന്നെ അരയ്ക്കണം. പതിനഞ്ച് മിനിറ്റ് മതിയാവും അരയ്ക്കാൻ. ഉഴുന്നരഞ്ഞു, അതിൻ്റെ ദേവീ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നരഞ്ഞു കഴിഞ്ഞു. അരിയിടാം. അപ്പോൾ അരി നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ എടുത്ത് വെക്കണം. സാധാരണ ഇഡ്ഡലി മാവ് മിക്സ് ചെയ്യണ പോലെ മിക്സ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ നല്ല കട്ടിയുണ്ട്. കട്ടിയുണ്ട്. നാളെ ഗ്രൈൻഡർ കഴുകിയ വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്. ആ വെള്ളം രാവിലെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കും. അല്ലാണ്ട് ടാപ്പ് വാട്ടർ നമ്മൾ ഉപയോഗിക്കില്ല. കൈകൊണ്ട് ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചാലേ ഇത് നല്ലോണം പുളിക്കുള്ളൂ. ഇത് അജു പറഞ്ഞില്ലേ, നിൽക്കണിടത്തൊക്കെ നിറച്ച് ഉറുമ്പ് മിഷർ വരുന്നില്ലേ. ഇത് ഒരു പാക്കറ്റ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് മാവിന്റെ കടക്കലോ എവിടെയെങ്കിലും ഒക്കെ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് 1 or 2 മിഷർ പോയിട്ട് ആ കൂടിന്റെ ഉള്ളിൽ പോയാൽ എല്ലാ മിഷറും ചത്തുപോകും. ഈ പുളിയുറുമ്പിനുള്ളത് പുളിയുറുമ്പ് ഞങ്ങളുടെ നാട്ടിൽ മിഷർ എന്നാ പറയുക അതിന്. അപ്പൊ അതിങ്ങനെ മാവിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കൂട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പൊ ഇത് സ്പ്രേ ചെയ്താൽ മതി താഴ്ത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടിൽ സ്പ്രേ ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് നോക്കിയേ ഇങ്ങനെയാണ് ഇതുണ്ട്. അപ്പൊ നിങ്ങള് ഞാൻ പിന്നെ ചേട്ടന് നേരം പോക്കിന് പറഞ്ഞിട്ടൊരു കവർ എനിക്ക് തന്നു. എന്നിട്ടെന്നറിയോ, അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ കുറച്ച് നട്ട്സുകള്. അതാ ജൂന്റെ ടൈം പാസിന്. അതെ. അപ്പൊ ഞാൻ പണിയെടുത്ത് അവിടെ പിടിക്കുമ്പോഴേക്കും നിങ്ങള് ഈ കുമ്പളപ്പം ഞങ്ങൾ രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ജഗ്ഗു സ്കൂളിൽ പോയി അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നലെ അരച്ചു വെച്ച മാവ് ദേ ഇങ്ങനെയായി. സാധാരണ ദോശമാവ് തന്നെ. അത് പ്ലാവില കുത്താനായിട്ട് ആവശ്യമുള്ള ഈർക്കിലി റെഡിയാക്കാം. ആന്റിക്ക് ചൂലുഴിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആളുടെ ഏറ്റവും വലിയ ഹോബി എന്താണെന്നറിയോ, പാത്രം കഴുകല്. പാത്രം തേക്കല്, ഇങ്ങനെ ചൂല് കയറാൻ, അതൊക്കെ വലിയ ഇഷ്ടമാണ് എനിക്ക്. നമുക്ക് അടുക്കളയിൽ പണിയെടുക്കുന്നവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം പാത്രം കഴുകല. കുക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുക്കിങ്ങും ഇഷ്ടമാണ്. നമ്മൾ നാക്ക് പഠിക്കാൻ വേണ്ടിട്ട് ചെയ്യണ. അതെ അതെ അതെ, അതുപോലെ ആക്കണം. അതുപോലെ ആക്കണം. അപ്പൊ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഈ മാവ്, അതിന്റെ ഒപ്പം പിന്നെ വേണ്ട സാധനമാണ് പ്ലാവിന്റെ ഇല. പഴുത്ത പ്ലാവിലെയാണ് ശരിക്കും വേണ്ടത്. അതിനാണ് കൂടുതൽ. പഴുത്ത പ്ലാവിലൊക്കെ ഔഷധ ഗുണം കൂടുതലാണ്. പക്ഷെ ഇവിടെ പഴുത്ത പ്ലാവില നമുക്ക് ഇന്നലെ കിട്ടിയതാണ്. സീസൺ അല്ലാത്തതുകൊണ്ട് പഴുത്ത പ്ലാവില കുറവായിരിക്കും. ഉണ്ടാക്കിയത് ഇതുപോലെ 3-4 ഇലകൾ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഒരു കുമ്പിള് ഉണ്ടാക്കണം. നമ്മള് പണ്ട് കുഞ്ഞിനെ വെച്ച് കളിക്കുമ്പോ ഇതില് ചോറും കൂട്ടാനൊക്കെ വെക്കാൻ ഉണ്ടാക്കണ പാത്രം പോലെ ഉണ്ട്. ഇതിപ്പോ അതെ, കഞ്ഞിയും കറിയും വെച്ച് കളിക്കുമ്പോ പണ്ട് ഇങ്ങനെ. പക്ഷെ ഞാൻ ഉണ്ടാക്കണേന് അത്ര നല്ല ഷേപ്പൊന്നും ഇല്ല. ഞങ്ങളുടെ തറവാടിന്റെ അടുത്തൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മയാണ് എല്ലാ വീട്ടിലേക്കും കുത്തി കൊടുക്കുക. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ കർത്തവാവിന്റെ അന്ന് എല്ലാ വീട്ടിലേക്കും കുത്തി കൊടുക്കും അവര്. അപ്പൊ അവര് നല്ല പ്ലാറ്റ്ഫോം ഒക്കെ നല്ല ഇതായിട്ടിരിക്കും. കാരണന്മാർക്ക് ദാഹം വയ്ക്കാനായിട്ട് കുമ്പളപ്പം, അട, അതൊക്കെയാണ്. ഗണപതിക്ക് അവല്, മലര്, ശർക്കര, പഴം, കരിക്ക്, അങ്ങനെയൊക്കെയാണ് കാരണന്മാർക്ക് കിണ്ടിയിൽ വെള്ളം ഒക്കെ വെക്കും. അതൊക്കെ തറവാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ കുത്തിക്കഴിഞ്ഞാല് ഇപ്പൊ ഈ ഷേപ്പേ ആകണുള്ളൂ. ഇങ്ങനെ ഇത് പിടിച്ചെടുക്കാനും കൂടെ അത്രയ്ക്ക് നല്ലതല്ല നമുക്ക് കിട്ടിയേക്കണ ഇലകളെ. അതിപ്പോ പ്ലാവില വീഴണ സീസൺ അല്ല ഇപ്പൊ. അപ്പൊ പച്ചപ്ലാവിലോണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ. പച്ചപ്ലാവില പൊട്ടിക്കുക. ഇവിടെ ഒരു പ്ലാവ് ഉണ്ട്, പക്ഷെ ഇതിന്റെ പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര വലിപ്പുള്ള ഇലയാണ്. അപ്പൊ എത്ര വലിപ്പുള്ള ഇല നമുക്ക് വേണ്ട, ചെറുത് മതി. വേഗം എളുപ്പമുണ്ട് ചെറുതാവുമ്പോഴത്തേക്ക്. ചെറിയ ഇല ചേട്ടൻ നമ്മുടെ മറ്റേ പ്ലാവില്ലേ അത് പൊട്ടിക്കാൻ പോയിട്ടുണ്ട്. ഇത് നമ്മളിപ്പം നന്നാക്കിയെടുത്ത ഈർക്കിലി ഉണ്ടല്ലോ, പച്ച ഈർക്കിലി എടുത്തിട്ട് ഇങ്ങനെ ഓല നന്നായി കളഞ്ഞിട്ട് അതിനിങ്ങനെ 2 എണ്ണായിട്ട് ഇങ്ങനെ നാക്കൊടിക്കാൻ എടുക്കണ പോലെ 2 എണ്ണാക്കിയിട്ട്
എടുക്കും. എന്നിട്ട് പിന്നെ അതിനിങ്ങനെ ഇത്രയും പോകുന്ന കഷ്ണങ്ങളാക്കി മാറ്റാണ്. അപ്പൊ അതേ പച്ചപ്ലാവിലെ ചേട്ടത്തെ കൊണ്ടുവച്ചു. പച്ചപ്ലാവിലോണ്ട് ഉണ്ടാക്കണോണ്ട് കുഴപ്പമില്ല. പഴയ ആൾക്കാർ പറയും പച്ചപ്ലാവിലയിൽ കഞ്ഞി കുടിച്ചാൽ കടം വരുന്നു. കാരണം പഴുത്ത പ്ലാവിലാണ് ഔഷധ ഗുണം. അതുകൊണ്ട് പണ്ടത്തെ ആൾക്കാർ അങ്ങനെ പറയുന്നതാണ്. അപ്പൊ പഴുത്ത പ്ലാവിലോണ്ട് നമ്മള് കഞ്ഞി കുടിക്കുമ്പോ അസുഖങ്ങൾ കുറയും. അതെ, അത് ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് മേത്തൊഴിച്ചാല് മേലുവേദനക്കൊക്കെ നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കണം നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് ശബരിമലക്കൊക്കെ പോകാൻ നേരത്ത് കുമ്പളപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ആണ്. അന്ന് ചായക്കടയൊന്നും ഇല്ല. പഴയ കാലത്തൊരു 40-45 കൊല്ലം മുമ്പ് ഇതൊക്കെ കൊണ്ടിട്ടാണ്. ചീത്തയാവില്ല പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകും. കൂട്ടി കഴിക്കാനായിട്ട് ദോശപ്പൊടിയൊക്കെ ഉണ്ടാക്കി അത് കൊണ്ടുപോകും. ഒരു കൂജയിൽ വെള്ളം, അന്ന് മിനറൽ വാട്ടറിലോ ഒന്നും ഇല്ല, കട മേടിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴും നാട്ടിൻ പ്രദേശത്തുള്ളവരിങ്ങനെ കടയിലൊക്കെ പോയിട്ട് വെള്ളം മേടിക്കലോ ഭക്ഷണം മേടിച്ച് കഴിക്കലോ ഒന്നും ചെയ്യില്ല. കഴുകേണ്ട ആവശ്യമില്ല. നിലത്തൊന്നല്ലല്ലോ എടുത്തത്. ഇത്തിരി വെള്ളം കുടിക്കാൻ. അയ്യോ, നല്ല വെള്ളം വേറെ എടുത്തിട്ടില്ല അല്ലേ? വെയിലിന് ചൂടുണ്ട്. എനിക്കും വേണം കുറച്ച് വെള്ളം. എത്ര ഞാൻ വെള്ളം കുടിച്ചിട്ട് അവിടെ നിങ്ങോട്ട് വന്നിരുന്നാലും നമുക്ക് ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള 4 പ്ലാവിലകൾ എടുക്കണം. ഒരേപോലത്തെ 4 പ്ലാവിലെടുത്തിട്ട് അത് തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചിട്ടാണ് കുത്തേണ്ടത്. ഇനി ഇതൊക്കെ എനിക്കൊന്ന് പഠിക്കണം ശരിക്ക്. വീട്ടിലുണ്ടാക്കുമ്പോൾ പിന്നെ അങ്ങനെ സൗന്ദര്യമൊന്നും നോക്കണ്ടല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. നമ്മളിത് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല, വലിയ ഭംഗിയൊന്നും വേണ്ട. നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനമല്ല കഴിക്കേണ്ട, അത് ടേസ്റ്റ് ഉണ്ടായാൽ മതി. ഇതിൻ്റെ സ്വാദും ഗുണങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവും. ആദ്യം ഉണ്ടാക്കാൻ നേരത്തെ തന്നെ കുമ്പിള് കുത്താറുള്ളോ അതോ മുന്നേ കുത്തി വയ്ക്കുമോ? കുത്തിവെക്കാം, ഞാൻ കുത്തിവെക്കും. എല്ലാം തലേ ദിവസം തന്നെ ചെയ്തു വെക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനല്ലേ? വൈകില്ലല്ലോ. അതെ, ഞങ്ങൾ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. പിന്നെ ആ 2 ഇലേനെ ഇങ്ങനെ ആക്കിയിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ 2 ഇലകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കുത്തും. പണ്ടത്തെ ഓരോരുത്തരുടെ കണ്ടുപിടുത്തങ്ങളല്ലേ? അത് ഇതുപോലെ തന്നെ കൈത ഇല്ലേ, ഇങ്ങനെ പാ നെയ്യണ കൈത, അതും ഇതുപോലെ വാട്ടിയിട്ട് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അത് ചുറ്റി എടുത്തിട്ട് കൈതോല പലഹാരം ഉണ്ടാക്കും. എൻ്റെ അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്ന് അപ്പൂപ്പനെ കാണാൻ വരുമ്പം അതൊക്കെ ആയിട്ടാണ് വരിക. അന്നിങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുപോലെ കായ വറുത്തതും ശർക്കര ഉപ്പേരിയും പിന്നെ ഇന്നത്തെ പോലെയുള്ള പിസയും ബർഗറും ഒന്നും അല്ലല്ലോ. എല്ലാം ഇങ്ങനെ വിരുന്ന് പോകുമ്പോ ഇങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകില്ലേ? അതെ, അതാണ് വിരുന്നിന് പോകുമ്പോൾ കൊണ്ടുപോകണേ. അപ്പം അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്ന് അപ്പൂപ്പനെ കാണാൻ വരുമ്പോൾ ഇതൊക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് അവരൊക്കെ വരുന്നത് കാത്തിരിക്കും, നമുക്ക് ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാൻ. ഇതിൻ്റെ ബാക്കി 3 എണ്ണം ഇങ്ങനെ മുകളിലത്തെ ഭാഗം ഞെട്ട് ഒരു ഞെട്ട് ഇങ്ങനെ നിർത്തും. അതിങ്ങനെ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ കുത്തിയത് കണ്ടില്ലേ? ഇപ്പം ഇതുപോലെ ഇന്നലെ പഴുത്ത പ്ലാവിലോണ്ട് കുത്തി വെച്ചതാണ് കേട്ടോ ആൻറ്റി. നമുക്കിപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടാണ് എടുത്ത് വെച്ചേക്കണേ, വെള്ളം ഒട്ടും പോരാ. അപ്പോൾ നമ്മൾ ഇന്നലെ ഗ്രൈൻഡർ കഴുകിയ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഒഴിക്കണം, ഈ വെള്ളം തന്നെ ഒഴിക്കണം. അപ്പോൾ പൈപ്പ് വെള്ളം ഒഴിക്കരുത്. സ്വാദ് കൂടുതൽ കിട്ടണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ഗ്രൈൻഡർ കഴുകിയ വെള്ളം അല്ല മിക്സി കഴുകിയ വെള്ളം എടുത്തു വച്ചിട്ട് ഉണ്ടാക്കാം. ഉപ്പ് നോക്കിയിട്ടില്ലല്ലോ? ഉപ്പ് നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചതാണ്. നമുക്ക് നോക്കാം. സരിത നോക്കിക്കോളൂ, എനിക്കങ്ങനെ ഉപ്പൊന്നും നോക്കാനും അറിയില്ല. അജു അവിടെ തകർത്ത പണി. നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അജുവിന് നമുക്ക് കുമ്പളപ്പം കൊടുക്കാം. ഇഡ്ഡലി മാവിൻ്റെ പരുവം തന്നെ. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇതൊക്കെ ഒന്ന് ചതച്ചിടാം. ഭയങ്കരമായിട്ട് ചതയാനും പാടില്ല അല്ലേ? അതെ, ഒന്ന് ഉടയാൻ മാത്രം. ഇഞ്ചി ഇപ്പോഴത്തെ ഇഞ്ചിക്ക് മൂക്കാത്തത് കാരണം മണം കുറവാണ്. അത് കാരണം ഇത്ര ഇടരുത്, ഇല്ലെങ്കിൽ ഇത്ര ഇടണ്ട. ഒന്ന് ചതഞ്ഞാൽ മതി. അത്ര മതി. ഈ സൈഡിലുള്ള ഒന്ന് എല്ലാം ഒന്ന് പരന്ന് കിട്ടിയ ചതഞ്ഞ് ചതയ എളുപ്പത്തിന് ആദ്യം എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടാ.
മഴക്കാലത്ത് അന്തരീക്ഷമായിട്ട് കുറുക്കം ചെയ്ത് മഴക്കാലത്ത് ഫ്ലാറ്റിന്റെ അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മഴക്കാരായി കുറുക്കഞ്ചേരിന്ന് ഉല്ലൂര് എത്തുമ്പോഴേക്കും നമുക്ക് ഇത് ഉണ്ടാക്കല് കഴിക്കാം. പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞത് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. മതി 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 മതി. കരിവേപ്പില അരിഞ്ഞത് ഇങ്ങനെ തന്നെ ഇടാം. ഒന്ന് അതിന്റെ ആ സത്തൊക്കെ പുറത്തേക്ക് വരിക വേണ്ടു. ആ നീരൊക്കെ ഒന്ന് പുറത്തേക്ക് വരണം. അതെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് ചതഞ്ഞരയാനും പാടില്ല. ഇല്ല. ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ ഇഡ്ഡലി മാവിന്റെ പരിവം? അതാ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ഇല്ല ഇഡ്ഡലി മാവിന് ഇതാണ്. പിന്നെ കഴിഞ്ഞാൽ ദോശയുടെ ഇതാവും. അതിന് ഗ്യാസ് കത്തിച്ചിട്ട് വെള്ളം തിളയ്ക്കണം. അതിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടോ? ഇഡ്ഡലി ചെമ്പ് വെച്ചു നമ്മള്. ഇല്ല ഇതിൽ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. കുറച്ച് തീ കത്തിച്ചു. കത്തിയ ഇഡ്ഡലി കത്തി. പണ്ടത്തെ പീടികളില് വെളിച്ചെണ്ണയിൽ അളന്നു കൊടുക്കില്ലേ രീതിയിൽ 100 മില്ലി 200 മില്ലി അന്ന് തൊടാണ്. പഴയ കാലത്ത് ഞങ്ങളുടെ അവിടെ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോണവര് കടയിൽ ചെന്നിട്ട് ചെറിയ ഇതിൻ്റെ അകത്ത് അപ്പൊ അവര് അതെടുത്ത് തലയിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ അമ്പലക്കുളത്തിലേക്ക് പോയി കുളിച്ചു. ഈറിനോടുകൂടി തന്നെ തൊഴാൻ പോകും. എനിക്ക് പീടികയിലേക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ ഏറ്റവും ഇഷ്ടം ഈ വെളിച്ചെണ്ണ തരുന്ന കാണാൻ. ആ വെളിച്ചെണ്ണ വലിയൊരു ചരുവത്തിൽ ഇരിക്കണ്ട. ആ ചരുവത്തിന്റെ വെക്കുമ്പോ തന്നെ എല്ലാം കൊളത്തിട്ടുണ്ടാവും പല പല വലിപ്പത്തിലുള്ള. അപ്പൊ ഇങ്ങനെ അത് എടുത്തിട്ട് ഇങ്ങനെ എനിക്കത് ചെയ്യാൻ അവിടെ ഇപ്പോഴും പരമ്പരാഗതമായ രീതിയിൽ തന്നെ കടലാസ് ന്യൂസ് പേപ്പർ കൊണ്ടൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് ചരടോണ്ടൊക്കെ കെട്ടിയിട്ടൊക്കെ സാധനങ്ങൾ ചേട്ടാ പറഞ്ഞ പോലെ മഴ പെയ്യോ? ഇവിടെ നിന്ന് കൊണ്ട് ഓടല എളുപ്പല്ല. നമുക്ക് ഇതിന്റെ അടിയെ കയറിയിരിക്കും. എനിക്ക് അതിന്റെ അടിയിൽ പോകാൻ പറ്റില്ല, മുട്ടിന് വേദന ഉള്ളതുകൊണ്ട്. ഇനി ഇവിടെ അടുത്തത് ഉണ്ണിപ്പരയാ അങ്ങനത്തെ പറഞ്ഞ ഈ പറമ്പിൽ ഇനി ഉണ്ടാക്കണം. ഓലയൊക്കെ മെടഞ്ഞ് ഈ മാവിനെ ചുറ്റിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും. ആന്റിക്ക് ഓല മെടയാ അറിയോ? മെടയാൻ മെടയാൻ അറിയാം, കയർ വിരിക്കാൻ അറിയാം, ഓല മെടയാൻ അറിയാം, എല്ലാം അറിയാം. ഞങ്ങളുടെ നാട്ടില് പിന്നെ സ്കൂളിലൊക്കെ ഒരു ക്രാഫ്റ്റിന്റെ പീരീഡ് ഇപ്പോഴത്തെ പോലെയുള്ള ഇതല്ല. അപ്പൊ ഓലമടയില് സ്കൂളിലും തോട്ടമുണ്ട്. അപ്പൊ അതിന് വേലി കെട്ടാൻ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് 2 പത്തല് വീതം കൊണ്ടു ചെല്ലണം. പിന്നെ കയറ് ഞങ്ങൾ തന്നെ പിരിക്കും, സ്കൂളിൽ തന്നെ പിരിക്കും. പിന്നെ ഓലയും വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പൊ എല്ലാരും തന്നെത്താനെ മെടയാനൊക്കെ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ളവരൊക്കെ മെടയന കണ്ടിട്ട് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം ഉണ്ടാക്കാൻ അറിയാം. പപ്പടപ്പിട്ടൊക്കെ ഇടിച്ച് പപ്പടക്കാരൊക്കെ ഇട്ടിട്ട്. ഉപ്പ് നോക്കിയപ്പോഴേ ഉപ്പ് കുറവാണ്. ഇനി പയറിന്റെ ഇതൊന്നും ഇടുക അവിടെ. കമ്പ് കുത്തി കൊടുത്താൽ മതി, ചവിട്ടിയാ കുഴപ്പമില്ലല്ലോ. ഇവിടെ സാധനങ്ങളുണ്ട്. ഇതുപോലെയുള്ള വള്ളിയില്ലേ, അപ്പുറത്തും ഇതുപോലത്തെ ഉണ്ടാവൂലേ. ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ച് കെട്ടിയാലേ വാഴ ഒന്നിച്ച് പുറത്തേക്ക് തള്ളി നിൽക്കില്ല. അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ ഇല ഉണങ്ങണ അങ്ങനെ ചുട്ടി കെട്ടിക്കൊടുത്ത് കൂട്ടിക്കെട്ടിയിട്ടാല് 4 വശത്തേക്കും ഇങ്ങനെ വല്ലാണ്ട് ഇതാവില്ല, കൂടി ഒതുങ്ങി നിന്നോളും വാഴകള്. പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. ആന്റിക്ക് പേടി ഇത് വീഴാവോന്ന്. ഇതൊടിയൊന്നുമില്ല. മൂത്ത കമ്പ. നമ്മുടെ പ്രതീക്ഷ ഒന്ന് അടയുണ്ടാക്കണ ദിവസം പ്രതീക്ഷ വന്നിട്ട് ആടിയില്ലേ. അവൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അവന് 80 കിലോന് എത്രങ്കിലും ഉണ്ടാവൻ. ഇത് നല്ലോണം മൂത്തിട്ടുണ്ട്, കമ്പ് മൂത്തിട്ടുണ്ട്. അതുകൊണ്ട് 88 കിലോ ഉണ്ടാവൻ. ഈ കമ്പിനൊരു കുലുക്കം പോലും ഇല്ല ഞാൻ ഇരുന്നിട്ട്. അപ്പൊ ഇനി ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഇരിക്കാം. നല്ലോണം തിളയ്ക്കണം, ഇല്ലെങ്കിൽ മാവ് ലീക്കാവും. അല്ലെങ്കിൽ എന്റെ കുത്തലിന് മാവ് ലീക്കാവും. മറ്റവരൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ഒരു തരി പോലും പുറത്തേക്ക് വരില്ല, ശരിക്ക് കുത്താൻ അറിയണവരെ. ഇതിപ്പോ തട്ടിക്കൂട്ട് പരിപാടിയല്ലേ, അപ്പൊ മാവൊക്കെ ലീക്ക് ചെയ്യും. നമ്മളുടെ പാചകങ്ങൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും വരാറില്ലേ, കുറെയൊക്കെ ഫ്ലോപ്പുകളാണല്ലോ.
മൊത്തത്തില്. എന്നാലും ഇതിന് മുമ്പ് വന്നവരൊക്കെ ഒരു ഇതെല്ലാം നന്നായിട്ട് ചെയ്യണത് ഞാൻ കണ്ടേക്കണത്. കുമാരേച്ചി, പുഷ്കലാനി, അതെ, അവരൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് എല്ലാം. പിന്നെ എല്ലാരും എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ, എല്ലാവർക്കും കുറച്ച് അപാകതകളൊക്കെ എല്ലാത്തിനും വേണമല്ലോ. തിളച്ചു അല്ലേ? ആ കയറമ്മ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റും. ഈ കുമ്പിള് കുത്തി വെച്ചിട്ടുള്ളതില്ലേ നമ്മള് ഇല കൊണ്ട്, അതൊക്കെ ഒന്ന് നനച്ചൂട്ടാ, ഒന്ന് കഴുകി വെറുതെ. എന്തിനാ വെച്ചാൽ വിട്ടു പോരാനായിട്ട് എളുപ്പത്തിനാന്ന്. ഇതേ നമ്മുടെ വെള്ളം നന്നായി തിളച്ചു. ഇനി നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിലൊക്കെ ഇട്ട ഇഡ്ഡലി മാവ് ഇതിൻ്റെ അകത്തേക്ക് കോരി ഒഴിക്കുകയാണ്. ലീക്ക് ചെയ്യണില്ലെങ്കിൽ ഭാഗ്യം. നിറച്ചൊഴിക്കണ്ട, വീറി വരുമല്ലോ. അതെ, പൊങ്ങി വരുമല്ലോ. തീ കുറയ്ക്കണ, കൈമിലേക്ക് ആവി വരും. സിമ്മിലിടാം. ഇനി പച്ചയില് പച്ചല പഴുക്കല, പച്ചല പഴുക്കല, പച്ചല പഴുക്കല. പണ്ടത്തെ ഒരു കളികളാ. ഇതുകൊണ്ട് തോണ്ടിയറി കളിച്ചിട്ട് കള്ളനും പോലീസും കളിക്കുമ്പോ തൊപ്പിയൊക്കെ ഉണ്ടാക്കും. അത് ഉണ്ടാക്കറിയാം. അതറിയാം എനിക്ക്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പിള്ളേർക്ക്, പേരക്കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത. അതെ 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 അതെ. ഒറ്റടിക്ക് ഒരു 5-6 4-5 വെക്കല്ലേ. പ്ലാവിന്റെ എല്ലാവരും ടേസ്റ്റ് കിട്ടും. അതെ. അല്ല ഇങ്ങനത്തെ ഈ രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഓരോ അത് തുണിയിലാണ് ആക്കാല്ലേ, പരന്നിട്ടല്ലേ ഇരിക്കുക. അതും ചെയ്യാൻ നോക്കൂ. ഈ മാവ് കൊണ്ട് തന്നെ ഒരു പ്ലേറ്റിൽ ഈ സ്റ്റീമറിൻ്റെ മുകളിൽ വാഴയില വിരിച്ചിട്ട് അതിലേക്ക് ഇത്തിരി എണ്ണ പുരട്ടിയിട്ടേ, എണ്ണ പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നിട്ട് ഈ മാവ് കോരി ഒഴിച്ചൊക്കെ എണ്ണത്തപ്പായി. അപ്പോൾ ഒരേ മാവ് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാം. ഞാൻ മാങ്ങിഞ്ചി നടാൻ പോവുക. മറ്റു നട്ട് വള്ളി ആ ചീരല നട്ട് കഴിഞ്ഞു, തെങ്ങിൻ്റെ ഇടയ്ക്ക് നട്ടു. അതതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ പടന്ന് പിടിച്ചോളും, ഇടയ്ക്ക് കോരി ചെയ്യാൻ മതി. ആ തെങ്ങിൻ്റെ മോടി നാളികേറുന്നില്ലേ, അപ്പോൾ തെങ്ങമ്മ കയറൂല്ല, നാളികേരം മോടി വീടില്ല. പട്ട വീണെങ്കിലോ, പട്ട വീണാലും കുഴപ്പമില്ല. എൻ്റെ വീട്ടിൽ ഇങ്ങനെ മൂത്ത പ്ലാവില ഇല്ല. എൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടം ഇത്. പക്ഷെ മൂത്ത പ്ലാവില ഇല്ലാത്ത കാരണം ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് പ്ലാവില മൂത്തത് തന്നെ വേണം. ഇല കൊണ്ടുപോയിക്കോ ഇവിടെ ഉള്ളത്. ആ അതെ, ഇവിടെ അമ്മ ചോദിക്കും എന്നോട്. 5 വെച്ചു. ഇതിപ്പോ 5 കറക്റ്റാണ്. ആ സമയം തന്നെ മതിയാവില്ല, ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എന്തായാലും വേണ്ടി വരും. കാരണം ഇഡ്ഡലി എന്ന് പറയുമ്പോ ഒരു മുക്കാൽ കയ്യിലേ ഒഴിക്കുള്ളൂ ഒരെണ്ണത്തില്. 2-3 നിറച്ചൊഴിച്ചില്ലേ. അപ്പോഴേക്ക് മഴ പെയ്യും. ഫ്ലാറ്റിന്റെ മോളിയോടെ മേഘം ഇങ്ങനെ പോയി തെന്നിപ്പോയി. മാങ്ങിഞ്ചി നട്ട് കഴിഞ്ഞാലേ നമുക്ക്, അല്ല മാങ്ങിഞ്ചി നട്ട് കഴിഞ്ഞാലേ എന്റെ വായിൽ ബുദ്ധിയായിരുന്നു നീ. പറഞ്ഞോ. മാങ്ങിഞ്ചി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃശ്ചിക മാസം ആ സമയമൊക്കെ ചാളയ്ക്ക് ഒരു പ്രത്യേക നെയ്യ് ഉണ്ടായില്ലേ, ആ സമയത്ത് മാങ്ങിഞ്ചി ചാളയെ കൂട്ടി വയ്ക്കും, ഭയങ്കര ടേസ്റ്റ്. മാങ്ങി ചാളയും അതിന് തർക്കം നടക്കാൻ പോണല്ലോ. ചുണ്ടങ്ങി ഇവിടെ കൊണ്ട് മുഴിച്ചിട്ട് മുഴുവൻ കോറിയേക്കാ. നടക്കുമ്പോഴേ അത് ഞാൻ അജുവിനോട് പറയണമെന്ന് വിചാരിച്ചു. ചുണ്ടങ്ങി ഒരു മതിലിന്റെ അരികില് ഒതുങ്ങി അവിടെ നിന്നിരുന്നു. അതവിടെ നിന്നാ മതിയായിരുന്നു. ഞാനത് മര്യാദക്ക് പറഞ്ഞത് പറക്കണ്ട, അത് ഒതുങ്ങി ഒരു അരികില് നിൽക്കും. അത് എന്നോട് പറഞ്ഞേ, നീയല്ലേ പറഞ്ഞേ നിനക്ക് ഇവിടെ പൂന്തോട്ടം ഉണ്ടാക്കണമെന്ന്. പൂന്തോട്ടത്തിന്റെ ഇടയിൽ ഇത് നിന്നാ ഭംഗി. അതൊരു മൂലയ്ക്ക് അവിടെ നിന്നേനെ. പൂന്തോട്ടം വേണോ, അപ്പൊ ഇത് മാറ്റണം എന്ന് പറഞ്ഞു. ചുണ്ട പിന്നെ എവിടെ നിന്നാലും നല്ലോണം ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട. പറിച്ചു കൊണ്ടുവന്നിട്ടോ നടുവില് കുഴിച്ചിടും ചെയ്തു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ മേല് കോറുക ചേട്ടൻ തന്നെ. ഈ കുമ്പിളപ്പം ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഇനി ഒരു ചട്നി ഉണ്ടാക്കും നമ്മള്. അത് ദേ ആക്കാൻ പോവാണ്. ചീഞ്ചട്ടി ആദ്യം അടപ്പത്ത് വെച്ചു. ഒക്കെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പൊ ഇതിലേക്ക് നമുക്ക് ചട്നിക്കുള്ള കടുകിട്ടു, ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ടു, കരിവേപ്പില നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഇവിടെ എവിടെയെങ്കിലും ചെറുതുണ്ടെങ്കിൽ അത് മേന്ന് 2 പൊട്ടിച്ചാൽ ചേട്ടാ. അവിടെ ഇവിടെ ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 പൊട്ടിച്ചാൽ മതി. നിറച്ച് വെക്കേണ്ട വരും. എവിടെ വേണമെങ്കിലും എല്ലാ സാധനവും റെഡിയാണ്. എൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ ഈ ടൗണിലൊക്കെ താമസിക്കുന്നവരൊന്നും വീട്ടിൽ ഈ സാധനം ഉണ്ടാവില്ല. ഫ്ലാറ്റിലുള്ളവരൊക്കെ ഇപ്പൊ എല്ലാരും കരിവേപ്പൊക്കെ വലിയ ചട്ടിയിലൊക്കെ നട്ടുപിടിച്ചിട്ടുണ്ട്. ടെറസിന്റെ മുകളിലും ബാൽക്കണിയിലും ഒക്കെ. ഈ ചട്നി ഞാൻ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കി വെക്കും. ഈ പറഞ്ഞ പോലെ അമ്മയ്ക്കൊക്കെ വലിയ ഇഷ്ടമാണ്. എളുപ്പം
ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പമായില്ല. എനിക്കും ഇങ്ങനത്തെ വേണ്ടി വരും. കാരണം മാവ് ഉണ്ടാക്കി വെച്ച ജഗ്ഗുവിന് ഇടയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചട്നി വേഗം ആക്കി കൊടുക്കാലോ. ഇത് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറെ നാൾ ഇരുന്നോളും. ആവശ്യത്തിന് എടുത്തിട്ട് കുറച്ച് ഉപ്പ് പോരെങ്കിൽ ഇത്തിരി ഉപ്പിടുക, കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തി റെഡി. അജു ഫ്ലാറ്റിന്റെ മുകളിൽ മഴക്കാറ് വരുമ്പോ പറയണോട്ടാ. കടന്നു പോയിന്ന് അപ്പൊ പിന്നെ പേടിക്കല്ല. അത് സരിതയുടെ നാട്ടിലേക്ക് പോയി, കുറുക്കഞ്ചേരിക്ക് അല്ലേ? ഇല്ല, അവിടെന്നാ വന്നേ, കുറുക്കഞ്ചേരിന്നാ വന്നേ. അപ്പൊ വഴിക്ക് എങ്കിലോ പോയി. കുറുക്കഞ്ചേരി ഈ സൈഡാണോ? ഞാൻ കണ്ടു, നല്ല ബോർഡ് കണ്ടു കുറുക്കഞ്ചേരി. നിങ്ങള് വീഡിയോയിൽ പറയണ പല സ്ഥലവും ഞാൻ ഇങ്ങനെ ബോർഡൊക്കെ വായിച്ച് വന്നപ്പോ എല്ലാ സ്ഥലവും നല്ല പരിചയം. അജു സൈക്കിളിലൊക്കെ പോയിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടില്ലേ? അത് കാരണം കുറെ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമായി. വഴിയൊന്നും ഒട്ടും തെറ്റിയൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഒക്കെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ആന്റി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നേ. ആ ഓട്ടോ ഓടിപ്പിക്കുന്ന ആളാരായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പണിസ്ഥലത്ത് കുറെ കൊല്ലം പണിക്കിരുന്ന് ഓടുന്ന ഒരു പയ്യനായിരുന്നു. ആളോട് ഞാൻ കമ്പനിപ്പടി എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നിട്ട് സരിതയെ വിളിക്കാം സ്ഥലം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ എന്നോട് ചോദിച്ചു കമ്പനിപ്പടിയായി, ഇനി എങ്ങടാ പോകണ്ടേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു താമരശ്ശേരി എന്ന് പറഞ്ഞ വീട്ടിലേക്കാ. താമരശ്ശേരിയിൽ എവിടേക്കാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അജുവിന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞു. അപ്പൊ അതാരാ? ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇനി വഴി പിന്നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അയക്ക് ഏത് വീടാന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. അതാള് ഇവിടെ 2000 ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുന്നേ ഇവിടെ നിന്ന് പണി നിർത്തി പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വീടുകളൊന്നും ആയിട്ടില്ല. വലിയേട്ടൻ്റെ വീട് മാത്രം അങ്ങോട്ട് ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കരിവേപ്പില ഇടാം. കരിവേപ്പില നല്ലോണം ഇരിക്കട്ടെ. നല്ല ഗുണമുള്ള സാധനം, ഫ്രഷ് വിഷം ഇല്ലാത്ത സാധനം. ഇനി നമുക്ക് മുളകിടാം. ഈ മുളക് ആദ്യം ഇട്ടാലേ മുളക് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് മുളക് അവസാനം ഇടുന്നത്. ഇളക്കി ആദ്യം മല്ലിപ്പൊടി, മല്ലിപ്പൊടി അധികം വേണം. മല്ലിപ്പൊടി അധികം വേണം. മുളക് പൊടി, എരിവുള്ള മുളകല്ലേ? എരിവുണ്ട്, നല്ല എരിവുള്ളതാണ്. അതിൻ്റെ അകത്തിന് വെള്ളം ഒഴിക്കുമല്ലോ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് നമ്മൾ ആദ്യം കുറച്ചിട്ടിട്ടുണ്ട്. മതി. ഇനി ഓഫ് ചെയ്യാം. ചീനച്ചട്ടിയിലിരുന്ന് ആയിക്കോളും. ഇതല്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചട്ടണി. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം. കായം ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഇടാം, അല്ലെങ്കിൽ കായം കരിഞ്ഞു പോകും. ഒന്ന് ചൂടാറിയിട്ട് കായം ഇടാം. ഇരുമ്പ് ചീനച്ചട്ടി അതെ, നല്ല ചൂടുണ്ടാവും. ഇതിന് മിക്സിയിൽ അരക്കൊന്നുമില്ല അല്ലേ? ഒന്നും വേണ്ട. തീ കെടുത്തിട്ടുണ്ട്, ഇനി ഒന്ന് ചൂടാറട്ടെ. കായ ഇടാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ആറിക്കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് ആക്കിയാൽ മതി. ഇതിൽ വെള്ളം തിളപ്പിച്ചൊഴിക്കും അല്ലേ? തിളപ്പിക്കണമെന്നില്ല, ഇതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കും. ഇതിൽ തന്നെ തിളപ്പിക്കാല്ലേ കൈയോടെ? നമുക്ക് ഇപ്പം ആവശ്യത്തിനുള്ളത് വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ പകർത്തി ഇതേ മാറ്റി വെച്ചിട്ട് ഇതിന് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ഇതിലേക്ക് അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. ഉപ്പിന് നോക്കിയിടേണ്ടി വരും അല്ലേ? ഉപ്പ് നോക്കിയിട്ടിടേണ്ടി വരും. ഇട്ടിട്ടുണ്ട് ഒരു വിധം ഞാൻ, ചിലപ്പോൾ ഇടേണ്ടി വരും. ഇത് തിളച്ചു നന്നായിട്ട് ഇതായി. നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ളൊരു ചട്നി പോലെയായി. ഇനി ഇത് ഓഫ് ചെയ്യാം. ബാക്കി നമ്മൾ എടുത്തു വയ്ക്കും. ചട്നി ഉണ്ടാക്കേണ്ട സമയത്ത് ഇതിന് 2 സ്പൂൺ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ. 2 സ്പൂൺ എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചൊഴിച്ച് ഇളക്കിയാൽ ഇത് ഓഫ് ചെയ്യാണ്. ഇതാണ് കുമ്പിളപ്പം ചട്നി അല്ലേ? അതെ. ഇതാണ് പണ്ട് യാത്രയൊക്കെ, വലിയ യാത്ര പോകുമ്പോ പിക്നിക്ക് പോകുമ്പോഴൊക്കെ ഇതുണ്ടാക്കി ഇതുണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. ഇപ്പോഴും കൊണ്ടുപോവാം. പുറത്തുനിന്ന് ആഹാരം കഴിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോ ഇതൊക്കെ പിസയും ബർഗറും ഹോട്ടൽ ഫുഡൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഇതും കൊണ്ടുപോവാം. എന്താ ഈ ചേട്ടാ ക്ഷീണിക്കുമ്പോ പറയൂ കുമ്പളപ്പം ചട്ടണി. ചട്ടിനി റെഡിയായി. കുമ്പളപ്പം
എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റും കൂടി വേണം തോന്നണം വേവണമെങ്കിൽ അല്ലേ? ആ ഇത് വേവത്തിരി സമയം പിടിക്കും. അത് കാരണം നമ്മൾ കൂടുതൽ വെള്ളം വെക്കണം കേട്ടോ ഇഡ്ഡലി ചെമ്പില്. കുറേ സമയം ഫുള്ള് തീയിൽ തന്നെ തിളച്ചുകൊണ്ടിരിക്കണം അല്ലേ? എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വല്യമ്മ വലിയ ഇഡ്ഡലി പാത്രം വെക്കുക, അലൂമിനിയത്തിന്റെ വലുത്. അപ്പോൾ അതിൻ്റെ അകത്ത് 2 പ്രാവശ്യം ഉണ്ടാക്കിയാലാണ് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ തികയുക. ഒരുപാട് ആൾക്കാരില്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 10-15 ഒക്കെ വെക്കാൻ പറ്റും. വലിയ ഇഡ്ഡലി പാത്രമായിരുന്നു. ആന്റിയുടെ ഫാമിലിയും വലുതായിരുന്നു. കല്യാണം കഴിഞ്ഞ് പോയ ഹസ്ബൻഡിന്റെ അവിടെ അച്ഛനും അമ്മയും മക്കളും മരുമക്കള് അങ്ങനെയൊക്കെ ഉള്ളു. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടുകുടുംബമാണ്. അമ്മാവൻ, അമ്മായി, വല്യമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ, അങ്ങനെ എല്ലാരും ഉണ്ട്. ചിറ്റമ്മമാര്, മക്കള്. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ 2 മാസവും എല്ലാരും, അല്ലെങ്കിൽ ദീപാവലി ഉത്സവത്തിന്, ഓണം, ക്രിസ്മസ് ഒക്കെ എല്ലാവരും വീട്ടിൽ. എപ്പോഴും ഒരു ഉത്സവ പ്രതീതിയാണ്. നമുക്ക് ഒന്നും ആലോചിക്കാനും ചിന്തിക്കാനും ഒന്നിനും സമയമില്ല. ഞങ്ങൾ കുട്ടികൾ തന്നെ എല്ലാവർക്കും, എല്ലാ ചിറ്റമ്മമാർക്കും അമ്മായിമാർക്കും ഒക്കെ 2-3 മക്കൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ കുട്ടികളൊക്കെ കൂടെ ഇങ്ങനെ പറമ്പിലൊക്കെ പോയി കണ്ടത് കടിയാതിയൊക്കെ പറിച്ച് കഴിച്ച്. അജുവിൻ്റെക്കാളും ഒരു വല്ലാത്തൊരു സ്വഭാവമായിരുന്നു എൻ്റെ. എന്ത് കണ്ടാലും. അത് കാരണമാണ് ഞാൻ ആ ചേമ്പിന്റെ കാര്യം എടുത്ത് പറഞ്ഞത്. നമ്മുടെ കുടിലിന്റെ ഫ്രണ്ടിലത്തെ ആ ചേമ്പ് പറിച്ചു കളയണമെന്ന് പറഞ്ഞില്ലേ, അത് ഈ ആന്റിയാണ് കേട്ടോ പറഞ്ഞത്. അത് വിഷമുണ്ട്, കാരണം ആന്റിക്ക് അനുഭവം ഉണ്ടേ. അതിന്റെ അടുത്ത് എന്താ കഴിച്ചേ? അതിന്റെ വെറുതെ ഒന്ന് കടിച്ചേ ഉള്ളൂ ഞാൻ. ഇലയല്ല, തണ്ട് വെറുതെ എന്താണ് മോൻ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കടിച്ചേ ഉള്ളൂ. മോനെ എന്തിട്ടോ പറ്റിയില്ലേ? പറ്റി. അവൻ എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഞാനും ഒന്ന് പിടിച്ച് കടിച്ചു. പക്ഷെ അവന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി കൊടുത്തു, അത് മാറി. പക്ഷെ എന്റെ കടി നല്ലൊരു കടിയായിരുന്നു. അപ്പൊ നാക്ക് സ്റ്റക്കായി പോയി. നാക്ക് ഉള്ളിലേക്കും പോണില്ല, പുറത്തേക്കും വന്നില്ല. 4 ദിവസം വേണ്ടി വന്നു ശരിയാവാൻ. വെള്ളം പോലും ഇറക്കാൻ പാടില്ല. ഇങ്ങനെ തൊണ്ടയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. ചെടി കണ്ടാ തോന്നുന്നു ഇത്ര ഭീകര സാധനം. അതൊരു വല്ലാത്ത. എന്നിട്ട് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ചട്ടിയില് ഒരു കരിവേപ്പിന്റെ ചെടിയുടെ കൂടെ ഈ ചെടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ കരിവേപ്പിലെടുത്തിട്ട് സംഭാരത്തിലിട്ടു. ആ സംഭാരം കുടിക്കുമ്പോഴും എനിക്ക് തരിതരിപ്പ് വന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ആ സാധനമാണെന്ന്. അപ്പൊ അത് മനസ്സിലായി, അതിന്റെ റൂട്ട് പോണ സ്ഥലത്ത് നമ്മൾ ഒന്നും വയ്ക്കാൻ പാടില്ല എന്നുള്ളത്. ആ ചേട്ടൻ കണ്ണി കണ്ടതൊക്കെ ഇപ്പൊ മുളക് ഒരെണ്ണം നിക്കണുണ്ട്, അത് പൊട്ടിച്ച് എരിവുണ്ടോന്ന് നോക്കണ ആളാണല്ലോ. അപ്പൊ അത് കാരണം അപ്പൊ എനിക്ക് ഭയങ്കര പേടി. അപ്പൊ ഞാൻ പറയണ കേട്ടിട്ട് അജു എന്നാ ഒന്ന് ആന്റി പറഞ്ഞതല്ലേ ടെസ്റ്റ് ചെയ്ത് വിഷമുണ്ടോന്നൊന്ന് നോക്കട്ടെ എന്നിട്ട് ആയാലെങ്ങാനും കടിച്ചു തിന്നാവോന്ന് പേടിയിരുന്നു. ചേട്ടനായ കാരണം ഞാനത് കാരണം നിരന്തരം നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടോണ്ടിരുന്നത്. അജുവിന്റെ സ്വഭാവം അങ്ങനത്തെയാണല്ലോ. ഇനി വെന്തുണ്ടാവും. നമ്മളിപ്പോ ഇത് വെച്ചിട്ട് കൊറേ സമയായിട്ടാ. വെന്തിട്ടുണ്ടാവും. വെന്തോന്ന് നോക്കണ്ട. വെന്തുണ്ട്. തീ കെടുത്താലേ? തീ കെടുത്താന് ഇത് ലീക്കായില്ല. ഭാഗ്യം. ഇതും ലീക്കായിട്ടില്ല. എന്തോ ദൈവാധീനം. അല്ലെങ്കിൽ ഒന്നും ലീക്കായിട്ട് ചിലപ്പോ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. കുത്തണത് ശരിയായില്ലെങ്കിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല കേട്ടോ. നല്ല ഭംഗിയിലൊക്കെ കുത്തണം, എന്നാ നന്നായിരിക്കും കാണാനായിട്ട്. ഇതാണ് എൻ്റെ വീട്ടില്, തറവാട്ടില് പഴയ കാലത്ത് വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരം. കോട്ടയം സൈഡിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പളപ്പം എന്ന് പറഞ്ഞാൽ വഴനേരയില് മധുരമുള്ള സാധനമാണ്. ഇത് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ അകത്ത് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും. ആന്റി എൻ്റെ അടുത്ത് കുമ്പളപ്പം എന്ന് പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചത് അങ്ങനത്തെ സാധനം കോണ് പോലെ കുത്തിയിട്ട്. ഇത് ഞാൻ ഇത് നമ്മള് ചട്നി ഒന്ന് ആറണം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഉറക്കട്ടെ, അല്ലെങ്കിൽ കയ്യിലൊക്കെ പറ്റും. ഒരു 10 മിനിറ്റ് അതുവരെ ഒന്ന് ക്ഷമിക്കുക. മഴക്കാര് പോയി. അത് എടുത്തു വെക്കാം. ഇത് നമ്മള് ഇപ്പൊ കഴിക്കാനായിട്ട് ചട്നി ആദ്യം ഈർക്കിലി എടുക്കുക. അതിന്റെ അത് ശ്രദ്ധിക്കണം, സെറ്റ് ആവാൻ വേണ്ടിട്ട്. അപ്പൊ ആദ്യം തന്നെ ഈർക്കിലി എടുക്കണം. ഈർക്കിലി വളരെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് വായിൽ കുത്തിക്കയറാണ്ട് നോക്കണം. ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാക്കുമ്പോ ഓരോ ഉപമകള് പറയും ആന്റിയോട്. ചേട്ടൻ പറയണ്ട, ചേട്ടൻ ഇപ്പൊ ഇതിങ്ങനെ ഇരിക്കണാണ് വെന്തിട്ടുണ്ടെങ്കിലും പോലെ ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ വായയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. അങ്ങനെ അത് തൃക്കാരപ്പനെ പോലെ ഇരിക്കണമെന്ന് പറയാ.
നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചൊന്നും പറയില്ല. എന്താ വെച്ചാൽ കുമ്പളപ്പം ഒക്കെ അങ്ങനെ ഒരു വർത്തമാനം അങ്ങനെ ഒന്നും പറയാറില്ല. ഇത് ഇവര് ചെറുപ്പത്തിലേ ഇത് കണ്ട് ശീലിച്ചിട്ടേ ഇവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ആദ്യമായിട്ട് കാണുമ്പോഴാണല്ലോ ഉപമ വരവായില്. ഇത് ചിലപ്പോൾ നല്ല ഷേപ്പിനൊക്കെ വരും മോളിലൊക്കെ. ഇതപ്പോൾ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതിലേക്ക് അഴിച്ചിടില്ല. ആ ഓ എൻ്റെ കുഴപ്പമില്ല, കുഴപ്പമില്ല. അവിടെ പൂവ് അങ്ങോട്ട് ഇതിനെ ഇങ്ങോട്ട് മലർത്തിയിടില്ലേ അല്ലേ? മാറ്റാം. എന്നിട്ട് നമ്മൾ പിള്ളേരായിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കയറി അതൊക്കെ എടുത്ത് തിന്നും. ഇത് കഴിക്കാൻ പോവാണ് കേട്ടാ. ഇനി ഇതിനുള്ള ചട്നി ചട്നി കഴിച്ചു നോക്കും. കഴിച്ചോ. കഴിക്കാൻ പോവാണ് കേട്ടാ. ഭയങ്കര സോഫ്റ്റ് ആണ്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ കരിവേപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇല്ല. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. എല്ലാം ഭാഗത്തും നല്ല ഇതാണ് അല്ലേ? അത് ഇഡലിപ്പൊന്നി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നന്നായിരിക്കും. പിന്നെ അരി അരയ്ക്കുമ്പോൾ ഒരു ചെറിയ റവ പരുവത്തിന് അരയ്ക്കണം. ഉഴുന്ന് നന്നായിട്ട് അരയ്ക്കണം. ഇതും ഈ ചട്നി കേട് വരില്ലല്ലോ. അപ്പൊ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചട്ടനി ആവശ്യത്തിന് എടുത്ത് ഇതുപോലെ ഞാൻ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ചട്നി റെഡിയായി. എനിക്ക് ഞാൻ ഉണ്ടാക്കണ സാധനങ്ങളോട് വലിയ തൃപ്തിയില്ല. കുട്ടിക്കാലത്ത് എന്ത് കിട്ടിയാലും പോരല്ലോ. ഇപ്പോഴത്തെ പിള്ളേരുടെ പോലെ അല്ലല്ലോ. കഴിക്കാൻ അധികം സാധനങ്ങളില്ലല്ലോ, വെറൈറ്റികളില്ലല്ലോ. ഞാനും പറഞ്ഞ പോലെ ഈ ഇലമലത്തേക്ക് എടുക്കട്ടെ. ചട്നി ഇത്തിരി വേണല്ലേ? ചട്നി ഉണ്ടാക്കാൻ സുഖ ചേട്ടാ. ഇതിന് അടുപ്പൊക്കെ കൊണ്ടുവച്ചില്ലേ? അല്ല, ചട്നി ഇത്തിരി വെള്ളം തിളപ്പിച്ച് ചോദിക്കാൻ വേണ്ടോ? അല്ല, ചട്നി കൂടുതൽ വേണം കഴിക്കാനായിട്ട്. അപ്പോൾ അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ ആൻറ്റീരെ എനിക്ക് ഇത്തിരി ഇതിൽ നിന്ന് തന്നെ ടേസ്റ്റ് ചെയ്താൽ മതി. മതിയാ? എപ്പോഴും കഴിക്കണ കാരണം വലിയ താല്പര്യം എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. ഇത് വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. പ്ലാവിലല്ലോ ഞങ്ങളുടെ വീട്ടില്. സാധാരണ ഉണ്ടാക്കാറുള്ള പോലെ വന്നിട്ടില്ലേ? കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. ഇതുവരെ കാണാത്തവരൊക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്ലാവില കുത്താൻ പഠിക്കണം. പ്ലാവില കുത്താൻ പഠിച്ചാൽ പോരാ, പ്ലാവില കിട്ടണം. ഞങ്ങളുടെ ഒക്കെ നാട്ടില് പ്ലാവിലുണ്ട്. എന്റെ വീട്ടില് പ്ലാവിലില്ല. പിന്നെ നിർത്താം. ഇനി ഇതുപോലെയുള്ള അടിപൊളി ആന്റിയുടെ വേറൊരു റെസിപ്പി ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. നമസ്കാരം. കഴിച്ചോ.